നമ്മൾ രാവിലെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ ദേവദത്തുണ്ട് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ രാവിലെ ജോലിക്ക് പോകാൻ ഇറക്കിയപ്പോൾ ഏതോ ഒരുത്തൻ വന്നിട്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത് ഇതൊരു വണ്ടി ഇട്ട് പോയിരിക്കുന്നു. കണ്ടിട്ട് പുതിയ താറാണെന്നാണ് തോന്നുന്നത്. പുതിയ താറാണ്ടടാ. പുറത്തേക്ക് ഒരു പേപ്പർ എടുത്തു നോക്കണം. ഇതാണ് കേട്ടോ ഗൈസ് പേപ്പർ. ഞാൻ വിശദമായിട്ട് വായിച്ചോക്കട്ടെ ഗൈസ്. പേപ്പറിൻ്റെ അത് പറഞ്ഞെന്താന്ന് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അത് നമ്മുടെ ഫ്രണ്ട്സ് നോക്കിക്കോളൂ അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ താറ് പുറത്തെടുക്കാൻ പറ്റൂ. പുറത്തെടുക്കാൻ ഇപ്പം തന്നെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തോ. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റണ്ട് റേസ് കംപ്ലീറ്റ് ചെയ്യണം. സോ നമുക്ക് നമ്മുടെ KTM RC ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മൾ പുതുതായിട്ട് എടുത്ത വണ്ടിയാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പം ദേവദത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞങ്ങൾ രണ്ടാളോട് പോയി എടുത്ത വണ്ടിയാണ് ഗൈസ്. അപ്പം നേരെ സ്റ്റണ്ട് റേസിൻ്റെ ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഇതാണ് ഗൈസ് നമ്മുടെ സ്റ്റണ്ട് റേസ്. വെള്ളപ്പുറത്തുണ്ട് ഗൈസ്. നമ്മൾ വീടിൻ്റെ മുമ്പ് തന്നെ ഉണ്ട് വലിയ കുറേ ടാസ്കൊക്കെ. നമ്മൾ ചെറുതൊന്ന് ഏറ്റെടുത്തു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇവിടെ ഉണ്ട്. നമ്മുടെ കൂടെ ദേവദത്ത് മത്സരിക്കുന്നുണ്ട്. നമ്മൾ തമ്മിലാണ് റേസ് അല്ലേ? അതെ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ KTM RC ആണ്. നീ ഏത് വണ്ടി എടുക്കുന്നത്? നിഞ്ച H2R. ഓക്കെ, രണ്ട് വണ്ടി അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. പക്ഷേ H2R കുറച്ച് അത് വേറെ ലെവലാണ് ഗൈസ്. പക്ഷേ ഇത് സ്റ്റണ്ട് റേസിങ്ങിൻ്റെ ടൈമാണ്. ആ വണ്ടീൻ്റെ വെയിറ്റിലാണ് ഗൈസ് കാര്യം. വെയിറ്റ് കുറഞ്ഞ വണ്ടിക്ക് മാത്രമേ ഇതിലൂടെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റൂ. H2R അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നീ തോക്കും മോനെ. ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് ഞാനാണ് ഗൈസ് പോകുന്നത്. നമ്മൾ ചേച്ചിമാരാ തള്ളിയിട്ട് നീയല്ലേ? ഓക്കെ, നമ്മളാണ് കയറാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ അകത്ത് ചെക്ക് പോയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് 2 ചാൻസാണ് ഒരാൾക്കുള്ളത്. ഫസ്റ്റ് ഞാനാണ് ഗൈസ് കയറുന്നത്. ഓക്കെ, ഓ ഗൈസ് ഫസ്റ്റ് ട്രയലിൽ തന്നെ ഞാൻ ഔട്ടായിരിക്കുകയാണ്. അടുത്ത ട്രയൽ നമ്മൾ പിടിക്കും ഗൈസ്, ഉറപ്പാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ദേവദത്ത് കയറാൻ വേണ്ടി പോവാണ് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് നേരെ റാമ്പിൻ്റെ അടുത്തേക്ക് പോവാം. നമ്മുടെ KTM ഇവിടെ നിൽക്കുന്നുണ്ട്. ആയിട്ടാണ് ഗൈസ് കയറാൻ വേണ്ടി പോകുന്നത്. നീ എന്തായാലും നോക്കണം. ഫസ്റ്റ് ട്രയൽ തന്നെ നീ നോക്കൂ എന്നെ പോലെ. ഈ വണ്ടിൻ്റെ ടൈം ഉണ്ട് കേട്ടോ. അങ്ങനെ വേഗം തീർത്തോ. ബ്രേക്ക് അടിച്ച് റിവേഴ്സിങ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഫൗളാ. റിവേഴ്സ് എടുത്ത ഫൗളാണ് കേട്ടോ ഗൈസ്. റിവേഴ്സ് എടുത്ത ഫൗളാണ്. അപ്പോൾ റിവേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റൂല. ഓ സാറിടാ, നമുക്ക് അടുത്തതിനെ പിടിക്കാം. നിൻ്റെ ബൈക്കൊന്നും ഞാൻ എടുത്തിക്കിട്ടാ. KTM ഇതിൻ്റെ പവറില്ലാന്ന്. എൻ്റെ H2R ആയിട്ടാണ് ഞാനിന്ന് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി അടുത്തതിന് ഞാനാണ് കയറാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ചാൻസാണ് കേട്ടോ ഗൈസ്. ഇത് ഞാൻ തോക്കൂല ഗൈസ്, ഇത് ഉറപ്പാണ് ഗൈസ്. ഞാൻ തോക്കില്ല. ഓക്കെ, നോയ്സൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം നോയ്സ് ഈസ് നോയ്സ്. ഓക്കെ, നമ്മൾ മെല്ലെ മെല്ലെ കയറുകയാണ് ഗൈസ്. ഒരു തിരക്കുമില്ല, കാരണം ഞാൻ വെറുതെ പറഞ്ഞത് ടൈമൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഓക്കെ ഓക്കെ H2R അല്പം വെയിറ്റുള്ളൊരു വണ്ടിയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ കയറാൻ കുറച്ച് പണിയായിരിക്കും. പിന്നെ റിവേഴ്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. അവിടെ ഞാൻ വെറുതെ പറഞ്ഞാണ് ഗൈസ്. റിവേഴ്സൊക്കെ എടുക്കാം. കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇത് സെക്കൻഡ് ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരാൾ എന്തായാലും ചിലപ്പോൾ ഇനി ടൈ ആവാനും ചാൻസ് ഉണ്ട്. ടൈ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഞങ്ങളെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ തൽക്കാലം നിങ്ങൾ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്താൽ മതി. ഇപ്പം ഞങ്ങൾ ടൈ ആണെങ്കിൽ KTMഉം നിഞ്ച H2Rഉം രണ്ടും ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയ്ക്ക് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ പറയുന്നത് ഒരു 100 ലൈക്സാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ചെയ്യണേ. നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ.
ഇതിൽ ഞാൻ ജയിക്കും മോനെ. സ്റ്റാറിന് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓടിക്കാൻ അറിയണം. നമ്മളെ കയ്യിൽ ആദ്യം ഒരു X2R ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടാണ് നമ്മൾ സുപ്ര വാങ്ങിയത്. അപ്പം X2R ഓടിച്ച് എനിക്ക് നല്ല ശീലമുണ്ട്. നമ്മൾ ഏകദേശം ടോപ്പിലെത്താനായിട്ടുണ്ട് കേട്ടോ. മോനെ നീ തോറ്റു ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പം നമ്മൾ ടൈ ആണെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ലാസ്റ്റ് ലൂപ്പാണ് ഗൈസ്. ഈ ലൂപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. യെസ് മോനെ നീ തോറ്റടാ. സാരമില്ല, നമുക്ക് അടുത്ത ടാസ്ക് എന്താണ് നമുക്ക് നോക്കണം. അതിൽ നമുക്ക് ജയിക്കാം കേട്ടോ. അടുത്ത ടാസ്ക് എന്താണ് നീ ചെയ്തോട്ടോ. ടാസ്ക് എന്താണ് ഞാൻ ജയിക്കാറേ. ഇത് ലാസ്റ്റ് ലൂപ്പ് അല്ലായിരുന്നു, കുറേ ഉണ്ടല്ലോ. ഇത് ലാസ്റ്റ് ലൂപ്പാണ് ഞാൻ എൻ്റെ ഒരു വിശ്വാസം നോക്ക്. ഇത് ലാസ്റ്റ് ലൂപ്പാണ്, ഇത് ലാസ്റ്റ് ലൂപ്പാണ് എത്താനായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ മൈ ഗോഡ്, ഓ ഷിറ്റ് ഗായ്സ്. കുഴപ്പമില്ല, നമ്മളെന്തായാലും അത്രയും മുകളിൽ എത്തിയോണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റൺ റേസ് ജയിച്ചത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പം നമുക്കെന്തായാലും ഈ സ്റ്റൺ റേസ് ജയിക്കാൻ നമുക്കൊരു റിവാർഡ് ഉണ്ട്. എന്താണ് നമുക്ക് പോയി നോക്കാം ഗായ്സ്. എന്നാൽ നമ്മൾ കഷ്ടപ്പെട്ട് അവിടം വരെ എത്തി. അവിടെയാണ് അതിൻ്റെ ഫിനിഷ് ട്രാക്ക്. മുകളിൽ എന്ന് പറയുന്നത് അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. മുകളിലേക്ക് കയറണമെന്നില്ല. എൻ്റെ സെക്കൻഡ് ലൂപ്പ് വരെ എത്തിയത് എന്നാണ് പറഞ്ഞത്. നമ്മൾ ലാസ്റ്റ് ലൂപ്പ് വരെ എത്തിയായിരുന്നു. നമ്മളെന്തായാലും അതിൽ ജയിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ATM എടുക്കാം. ATM എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് അവിടെയാണ് ഒരു പേപ്പർ ഉള്ളത്. അപ്പോൾ പേപ്പർ നോക്കിയിട്ട് എന്താണ് റിവാർഡ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിവാർഡ് പേപ്പറിലല്ല ഉള്ളത്. പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത ടാസ്ക് എന്താണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി. റിവാർഡ് പോട്ടെ നമ്മുടെ താറില്ലേ വീട്ടിൽ. നമ്മൾ നേരെ അടുത്ത ടാസ്ക് എന്താണെന്ന് നോക്കട്ടെ. അടുത്ത ടാസ്ക് കാരണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാർ അടിച്ചു വാങ്ങാനാണ്. ഗോൾഡൻ കാറാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം ഗൈസ്. ഇപ്പം പോകണ്ടടാ, നമുക്ക് രാത്രിയായിട്ട് പോകാം. രാത്രിയായി പോകുന്നതാണ് നല്ലത്. അപ്പോൾ പോലീസുകാരൊക്കെ കുറവായിരിക്കും. നമുക്ക് ജസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം അവിടെയുള്ള അപ്പോൾ പോലീസുകാരുണ്ടോ എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നല്ല തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പോകണ്ട, പിന്നെ രാത്രി പോവാം. അപ്പോൾ കാർ അവിടെ ഉണ്ടെന്നുള്ളത് കാറ് അറസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ നോക്കാം. അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും രാത്രി തന്നെ വരാം. ഓക്കെ, നമ്മൾ ഏകദേശം നമ്മളെ വീട്ടിലെത്താനായിട്ട് ഇതാണ് നമ്മളെ ഗാരേജ്. ഓർമ്മ ഉണ്ടല്ലോ. പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഗൈസ്. നമ്മൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വാച്ച് ചെയ്യാം. നമ്മുടെ താറ് ഇവിടെ നിന്ന് പോയില്ല, അവിടെ തന്നെ ഉണ്ട്. കൂടെ വീട്ടിൽ പോയിട്ട് നമുക്ക് രാത്രി അന്നേരം വെയിറ്റ് ചെയ്യല്ലടാ. ഈ ഇടയ്ക്ക് കയറണം. നമ്മുടെ വണ്ടി വരുന്ന അവിടെ രാത്രിയായിട്ട് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. മതിൽ ചാടാം. ഓക്കെ, നമ്മൾ മതിൽ ചാടാൻ വേണ്ടി പോവാണ് ഗൈസ്. അയ്യോ ഗൈസ്, അയ്യോ ഞാനവിടെ തലടിച്ചിട്ടുണ്ട്. ഏതൊരു പന്നി അവിടെ എണ്ണ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വഴുതി വീണിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ക്യാമറ ഉണ്ടോ നോക്കാം. അപ്പോൾ ജസ്റ്റ് സൈഡിലോട്ട് മാറി നോക്കാം. അപ്പോൾ നമ്മുടെ സ്നൈപ്പറിൻ്റെ സ്കോപ്പ് വെച്ച് നോക്കാം ഗൈസ്. ഒന്നും കാണില്ല. റെഡി റെഡി. ഓക്കെ ഗൈസ്, ഇതൊരു G-Wagon ഗൈസ്. ഓക്കെ, ഒരു ഗോൾഡൻ കളർ G-Wagon ആണ് ഗൈസ്. ഞാൻ ബാക്കിൽ ഒളിഞ്ഞു നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ കണ്ടാൽ എന്തായാലും ഓക്കെ. അപ്പം നമ്മളെന്തായാലും ഇവിടെ ഒരു വെടിവെപ്പ് നടത്തും ഗൈസ്. നമുക്കൊരു ഓക്കെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ പോലീസുകാരൊന്നുമില്ല, ഇവരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ അകത്ത് 3 ആളുണ്ട് ഗൈസ്. ഒന്നും നോക്കണ്ട, അടിച്ചിട്ട് കളത്. കുറച്ച് ബാക്കോട്ട് നിന്ന് നമുക്ക് അടിച്ചിടാം. എൻ്റെ പോലീസുകാർക്ക് അനക്കം ഇല്ലാത്തത്. ഓക്കെ, അലർട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് കീ കിട്ടിയിട്ടുണ്ട്. അതാ നീ പോയിട്ട് കീ എടുത്തുകൊണ്ട് വന്നോ? വേഗം കയറി. നമുക്കിവിടെ 3 സ്റ്റാർ വാണ്ടർ ലെവൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പോലീസ് എന്തായാലും വരും.
വണ്ടിയായിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകണ്ട ഗൈസ്, നമുക്ക് വേറെ ഇവിടെ കൊണ്ട് വിളിച്ചിരിക്കാം. നമ്മുടെ എയർപോർട്ടിൽ പോയിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എയർപോർട്ടിലാവണം. ഓക്കെ. ഓ ഗൈസ്, ഇവിടെ പോലീസ്. നമുക്ക് എയർപോർട്ടിനകത്തോട്ട് കയറാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ജീവവേഗൻ എന്തായാലും ഇവിടെ എടുത്തിട്ട് നമുക്ക് കാണാം ഗൈസ്. പക്ഷേ ഗൈസ്, നമ്മൾ ഒബ്സർവ് ചെയ്തതിൽ നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സെയിം സ്ഥലത്ത് തന്നെയാണ് അടുത്ത ടാസ്കിൻ്റെതുമായിട്ടുള്ളത്. ഓക്കെ ഗൈസ്, പോലീസൊക്കെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലോട്ട് ഇനി പോകാം ഗൈസ്. നടന്നു പോകാം. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് പറഞ്ഞത്. ചലഞ്ച് ഇത്രയേ ഉള്ളൂ ഗൈസ്, 3 ചലഞ്ചാണ് തന്നിട്ടുള്ളത്. സോ 3 ചലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി നമ്മുടെ വണ്ടി പുറത്തെത്തി ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ താർ റോക്സാണ് ഗൈസ് നമുക്കുള്ള വണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എടുത്തിട്ട് പോകാം. നമ്മുടെ ദേവദത്ത് വാങ്ങിയ പുതിയ ബൈക്കാണ് കേട്ടോ തോന്നുന്നു. ഓക്കെ, അടിപൊളി വണ്ടിയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ താറ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ റിവാർഡായിട്ട് അപ്പോൾ ഈ താർ എന്തായാലും നമ്മൾ ദേവതത്തിന് കൊടുക്കാൻ വേണ്ടി പോകണ്ട ഗൈസ്. നമ്മളെ കയ്യിലൊരു താറുണ്ട് ബ്ലാക്ക്. അപ്പോൾ ഈ റെഡ് താർ നമ്മൾ ദേവതത്തിന് കൊടുക്കുകയാണ്. കൊടുത്തോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ദേവദത്ത് വിത്ത് ആദിശങ്കർ സൈനിങ് ഔട്ട്.